ഹായ്, ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75-ാം ജന്മദിനമാണ്. നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ചില ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം. സ്വാതന്ത്ര്യത്തിനു ശേഷം ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്ര മോദി. 1950 സെപ്റ്റംബർ 17-നാണ് അദ്ദേഹം ജനിക്കുന്നത്. ഗുജറാത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഏറ്റവും കൂടുതൽ കാലം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയും കൂടിയാണ് ശ്രീ നരേന്ദ്രമോദി. 13 വർഷത്തോളം അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി 2001 മുതൽ 2014 വരെ. 2014 ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം 2 സ്ഥലങ്ങളിൽ നിന്ന് ജനവിധി തേടി. വാരണാസിയിൽ നിന്നും വഡോദരയിൽ നിന്നും. 2ഇടത്തും വിജയിച്ചുവെങ്കിലും വാരണാസി സീറ്റ് അദ്ദേഹം നിലനിർത്തി. അടുത്ത 2 തവണയും അദ്ദേഹം 2014 മെയ് 26-നാണ് അദ്ദേഹം ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 2019 മെയ് 30-ന് 2ാം തവണയും മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2024 ജൂൺ 9-നാണ് പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ 3ാം ഊഴം ആരംഭിക്കുന്നത്. 2016 നവംബർ 8-ന് ഡീമോണിറ്റൈസേഷൻ അഥവാ നോട്ട് നിരോധനം നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. 2016 നവംബർ 8-ന് ഡീമോണിറ്റൈസേഷൻ അഥവാ നോട്ട് നിരോധനം നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ GST നിലവിൽ വരുന്നതും. 2017 ജൂലൈ 1-ന് മോദി സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന. 2014 ഓഗസ്റ്റ് 28-നാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഇത് 2018 സെപ്റ്റംബറിലാണ് ആരംഭിക്കുന്നത്. 2016 മെയ് 1-ന് പ്രധാനമന്ത്രി ഉജ്ജ്വല എന്ന പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട്. 2015 ജൂലൈ 1-ന് ഡിജിറ്റൽ ഇന്ത്യ എന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്യപ്പെട്ടു. 2014 ഒക്ടോബർ 2-നാണ് സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിക്കുന്നത്. 2014 സെപ്റ്റംബർ 25-ന് മേക്ക് ഇൻ ഇന്ത്യ എന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്യപ്പെട്ടു. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലാണ്. 2019